ഹായ് മൈ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബ്രേക്കിംഗ് ദ ഫോർത്ത് വോൾ വിത്ത് എച്ച്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഐറിഷ് ബാക്ക്ഗ്രൗണ്ടിലുള്ള സിനിമ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. കോമഡിയാണ്. ബഡി കോപ്പി ഓണറിൽ വന്നിരിക്കുന്ന 2011 റിലീസായ ദ ഗാർഡ് ആണ് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. അയർലാൻഡിൽ നിന്നുള്ള സിനിമ പൊതുവെ ഇംഗ്ലീഷ് അഥവാ ബ്രിട്ടീഷ് ആയിട്ടാണ് ഞാൻ ആദ്യം കരുതിയിരുന്നത്. പക്ഷെ അതങ്ങനെയല്ല. അയർലാൻഡുകാർ ബ്രിട്ടീഷുകാർ എത്രത്തോളം വെറുക്കുന്നു എന്നുള്ളത് ചരിത്രം പരിശോധിച്ചാൽ അറിയാം, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ നോക്കുക. അതും പറ്റിയില്ലെങ്കിൽ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള ഡെറിഗൾസ് എന്ന വീഡിയോ ഒന്ന് കണ്ടാൽ മതി. തികച്ചും വേറിട്ട സിനിമകൾ വരുന്നൊരു നാട് തന്നെയാണ് അയർലാൻഡ്. 2006 പുറത്തു വന്ന ഐറിഷ് മൂവി ദ വിൻഡ് ദാറ്റ് ഷേക്സ് ബാർലി നിരവധി പ്രേക്ഷകരുടെ മനസ്സിൽ ആഞ്ഞടിച്ച് വീശിയാണ് തിരശീലയിലൂടെ കടന്നുപോയത്. അതിനുശേഷം അത്തരത്തിലുള്ളൊരു പ്രഭാവം ഉണ്ടാക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഇതിനുശേഷം പിന്നെ ഉണ്ടായത് എനിക്ക് തോന്നുന്നത് 2022 വന്ന ദ ബാൻഷീസ് ഓഫ് ഇൻഷറിൻ. അത് ഞാൻ പിന്നീട് ഒരു വട്ടം ചെയ്യുന്നതായിരിക്കും. ഏതായാലും ഈ ഒരു കോമഡി മൂവിയെക്കുറിച്ച് നല്ലൊരു റിവ്യൂ തരാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ലെറ്റ്സ് ബ്രേക്ക് ദ ഫോർത്ത് വോൾ. സിനോപ്സിസ്. ഐറിഷ് പോലീസിലെ ഒരു ഉദ്യോഗസ്ഥനാണ് നമ്മുടെ നായകൻ ജെറി ബോയ്. ഇദ്ദേഹം അയർലാൻഡിലെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു ഗ്രാമത്തിലെ, വേണമെങ്കിൽ നമ്മുടെ ഭാഷയിൽ ഇൻസ്പെക്ടർ എന്ന് പറയാം, സാധാരണ ഒരു പോലീസുകാരനെ പോലെയല്ല, തികച്ചും ഒരു അൺഓർത്തഡോക്സ് ആണ് ഇദ്ദേഹത്തിൻ്റെ മെത്തേഡ്സ്. ഒരു പോലീസുകാരനെ ചോദിച്ചൊരു ജീവിതചര്യ അല്ല ഇദ്ദേഹത്തിന്. ഒറ്റയ്ക്കാണ് താമസം. അതുകൊണ്ട് തന്നെ എപ്പോഴും ഏകാന്തതയാണ്. ഈ ഏകാന്തതയിൽ മയക്കുമരുന്ന്, മദ്യം തുടങ്ങിയ എല്ലാ ദുശീലങ്ങളും ഇദ്ദേഹത്തിനുണ്ട്. എന്നാൽ സ്വന്തം അമ്മയോടും നാട്ടുകാരോടും നല്ലൊരു അനുകമ്പ പുലർത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. പക്ഷേ പ്രാകൃതത്തിലും പ്രയോഗത്തിലും അത് നമുക്ക് അങ്ങനെ പെട്ടെന്ന് തോന്നില്ല. ഭയങ്കര റഫ് ആൻഡ് ടഫായിട്ടാണ് തോന്നുന്നത്. പിന്നെ ആ നാടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. എന്തായാലും ഒറ്റപ്പെട്ടി ഗ്രാമാന്തരീക്ഷത്തിൽ ഒരു കൊലപാതകം സംഭവിക്കുന്നതും അത് അന്വേഷിക്കുന്നതുമായിട്ടാണ് കഥ ആരംഭിക്കുന്നത്. അന്വേഷിക്കാൻ ബോയിലിൻ്റെ കൂടെ ഒരു സഹപ്രവർത്തകനുണ്ട്. ആ കൃത്യം നടന്ന സ്ഥലത്ത് വന്ന് അത് അന്വേഷിക്കുന്ന ആ ഒരു ശൈലി കണ്ടാലറിയാം ഇങ്ങർക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. എന്നാൽ കഥയുടെ മറ്റൊരു ഭാഗത്ത് അയർലാൻഡിലെ തീരപ്രദേശം കേന്ദ്രീകരിച്ച് നടക്കുന്നൊരു വലിയ മയക്കുമരുന്ന് ഇറക്കുമതിയുടെ ഭാഗമായി ഒരു 3 ക്രിമിനലുകൾ വരുന്നു. അവിചാരിതമെന്ന് പറയട്ടെ, ഇവരെക്കുറിച്ച് അന്വേഷിക്കാൻ അമേരിക്കയിലെ FBI നിന്നൊരു ഉദ്യോഗസ്ഥനും ഇതേ നാട്ടിലേക്ക് വരുന്നു. എന്നാൽ ഇത്രയും പറഞ്ഞിട്ട് ഇതിനകത്ത് എന്താണ് ഇത്ര തമാശ എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. എനിക്കും തോന്നി. പക്ഷേ എൻ്റെ കൂട്ടുകാരെ, നിങ്ങളിതൊന്ന് കണ്ടു നോക്കുക. ആദ്യം മുതൽ അവസാനം വരെ കോമഡിയോട് കോമഡിയാണ്. അത് കണ്ടു തന്നെ അറിയണം. സോ പ്ലീസ് വാച്ച് ഇറ്റ്. ഇനി കാസ്റ്റ്. ബ്രണ്ടൻ ഗ്ലീസൺ എന്ന് പറയുന്ന ഐറിഷ് ആക്ടർ തന്നെയാണ് സർജൻറ്റ് ബോയിലായിട്ട് വരുന്നത്. അമേരിക്കൻ ആക്ടർ ഡോൺ ഷിയാഡൽ, എനിക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വാർ മെഷീനായിട്ട് വന്ന ഡോൺ ഷിയാഡലാണ് ഇതിനകത്ത് FBI ഏജൻ്റായിട്ടിരിക്കുന്നത്. നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസ് ഫെയിമായിട്ടുള്ള ലിയം കണ്ണിങ്ഹാമാണ് വില്ലൻ ഷീഹിയുടെ റോളിൽ വരുന്നത്. ഇങ്ങേരാണ് ഇതിൻ്റെ പ്രധാന എതിരാളി. ഭയങ്കര ബുദ്ധിയുള്ളൊരു വില്ലൻ, വയലൻസ് ഇഷ്ടമല്ലാത്ത വില്ലൻ. അങ്ങനെ വില്ലന്മാർക്ക് ഒരു മാർഗദർശിയായിട്ടൊരു നെന്മ മരമാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ സൈഡായിട്ട് മാർക്ക് സ്ട്രോങ് വരുന്നുണ്ട്. മാർക്ക് സ്ട്രോങ് ആണെങ്കിലോ നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു ആറ്റിറ്റ്യൂഡാണ് ഇതിനകത്ത് ഫുള്ള്. ഈ സിനിമയിലുള്ള ഡയലോഗും അടിയും മറ്റുമൊക്കെ കേട്ട് കഴിഞ്ഞാൽ കൂട്ടത്തിൽ ഏറ്റവും ടഫാണ് ഇദ്ദേഹം എന്നൊക്കെ പറയും. തൻ്റെ ഒപ്പം നിൽക്കാൻ ആരുമില്ല, തൻ്റെ ഒപ്പം നിൽക്കാൻ താൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു വെപ്പ്. ഇദ്ദേഹത്തിൻ്റെ മറ്റ് സിനിമകളിലുള്ള ഒരു റോളുകളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു വെറൈറ്റി ക്യാരക്ടർ തന്നെയാണ്. മാത്രമല്ല, മാർക്ക് സ്ട്രോങ്ങിൻ്റെ മറ്റ് ക്യാരക്ടേഴ്സൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടഫ് റോളിനൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ദിസ് ഈസ് എ കോമഡി മൂവി. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇവരൊക്കെയാണ് പ്രധാന താരങ്ങൾ. നമുക്ക് ഇനി ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് പോവാം. ഈ സിനിമ ഒരു ബഡി കോമഡി കാറ്റഗറിയിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഓൾറെഡി പരിചിതമായ ഒരു യോണറാണിത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റഷ് അവർ, ദ നൈസ് ഗൈ, ടെഡ്, സെൻട്രൽ ഇൻ്റലിജൻസ്, 21 ജംപ് സ്ട്രീറ്റ്, ഇതൊക്കെ ആ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. ഈ സിനിമകളിലെല്ലാം സംഭാഷണങ്ങൾ തമാശ രൂപമാണ്. ആക്ഷൻ തമാശയുടെ ഒരു ഭാഗമായിട്ട് കാണാം. അവിടുത്തെ രംഗങ്ങൾ ഓരോന്നിലും നമ്മൾ പ്രതീക്ഷിക്കുന്നതും ഇത്തരത്തിലുള്ള കോമഡിയായിട്ട് തന്നെയാണ് അതിനകത്ത് കാണിക്കുന്നതെങ്കിലും ഗാർഡ് എന്ന സിനിമ ഇതിൽ നിന്നെല്ലാം വേറിട്ടൊരെണ്ണമാണ്. ഒരു ടിപ്പിക്കൽ യൂറോപ്യൻ കോമഡി സിനിമ. അതായത് ഞാൻ ബ്രിട്ടീഷ് സിനിമകളിൽ പ്രത്യേകിച്ച് അവരുടെ ഒരു കോമഡി ജോണറിൽ കാണുന്ന ഒരു പ്രത്യേക ശൈലിയുണ്ട്. എനിക്കത് നിങ്ങളെങ്ങനെ ബോധ്യപ്പെടുത്തണമെന്ന് എനിക്കറിയില്ല. അത്തരത്തിലുള്ള സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നതിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു സാധാരണ കോമഡി ചിത്രമായിട്ട് ഇതിനെ കാണാൻ സാധിക്കില്ല. ഇതിനെപ്പറ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബഡി കോമഡിയുടെ കൂടെ കുറച്ച് ഡാർക്ക് ഹ്യൂമറും ബ്ലാക്ക് കോമഡിയൊക്കെ ഇതിനകത്ത് ഉണ്ട്. ഇത് ഫോർ എക്സാമ്പിൾ ഇതിനകത്തൊരു രംഗം എനിക്ക് വളരെ തമാശയായിട്ട് തോന്നി. ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ കഥാനായകന് ചില ദൗർബല്യങ്ങളുണ്ട്. അത്തരത്തിലൊരു ദൗർബല്യം മനസ്സിലാക്കിയ നമ്മുടെ വില്ലൻ അത് ചൂഷണം ചെയ്ത് ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ളൊരു സെറ്റപ്പാണ്. ഇങ്ങേറൊരു സ്വഭാവം വെച്ചിട്ട് അതിനോട് വലിയ ഗവനിക്കലൊന്നും കൊടുക്കാൻ പാടില്ല എന്നാണ്. ബട്ട് ജസ്റ്റ് വാച്ച് ദിസ്. ആ ഡയലോഗ് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. You cross me and listen, you're finished. And this is not just about me.
You can't just arrest me and it's over. There are men behind the men. Do you understand? I understand, Sheehy. I understand. It's good. Goodbye, amigos. Are you alright? The milkshake is after giving me a fucking milkshake headache. I hate him. What are you gonna do? It'll be all right. It'll go in a minute. ഈ സിനിമയിലെ മറ്റൊരു ആകർഷണം എന്നത് അയർലാൻഡ് എന്ന രാജ്യത്തിലെ അല്ലാതെ അവിടുത്തെ ഗ്രാമപ്രദേശത്തിൻ്റെ ഭംഗിയാണ്. കൂടെ അയർലാൻഡ് എന്ന രാജ്യം അവിടെയെല്ലാം വരുന്നവ ഒപ്പം തന്നെ IRA എന്ന് പറയുന്നതിനോട് ചെറിയ റെഫറൻസുകൾ കാണാൻ പറ്റും. ഒരു അൺഓർത്തഡോക്സ് ശൈലിയിലൂടെ തൻ്റെ നാടിനെ കാർന്ന് തിന്നുന്ന മയക്കുമരുന്നിനെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന ഒരു രീതി നമുക്കിവിടെ കാണാൻ പറ്റും. പല ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളിലും നമുക്ക് ആശയം അറിയാൻ പറ്റുന്നതാണ്. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അൺഓർത്തഡോക്സ് എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ താഴെയുള്ളവർക്കും മുകളിൽ തലപ്പത്തിരിക്കുന്നവർക്കും ഇദ്ദേഹത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല. അത് തന്നെ ഈ ക്യാരക്ടറിനൊരു പ്രത്യേകതയാണ്. ഈ സിനിമയുടെ അവസാനം നായകൻ മരിക്കുന്നത് പോലെയാണ് കാണിച്ചിരിക്കുന്നതെങ്കിലും ഈസ് ഹി ആക്ച്വലി റിയലി ഡെഡ്? അതൊരു ക്വസ്റ്റ്യനാണ്, അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റായിട്ട് കൊണ്ടുവന്ന് നിർത്തി അത് പ്രേക്ഷകർക്ക് കൊടുത്ത് ഒരു പ്രതീക്ഷ നൽകുന്ന രീതിയിലാണ് ഈ സിനിമ അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഗാഡ് എന്ന സിനിമ ഒന്ന് ട്രൈ ചെയ്യുക. ഐ എം റെക്കമെൻഡിങ് ദിസ് ടു യു ഗൈസ് ബിക്കോസ് ഇറ്റ്സ് വർത്ത് ഇറ്റ്. കാരണം ഇതൊരു എൻ്റയർലി ഒരു ഡിഫറെൻറ്റ് യോണറാണ്. നിങ്ങൾ കണ്ടതിൽ വെച്ചിട്ട് ഡിഫറെൻറ്റ് യോണറായിരിക്കും. ഈ ഒരു സിനിമ പലതിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്കായിട്ട് നിങ്ങൾക്ക് കാണാനും സാധിക്കുന്നതാണ്. സോ അൺടിൽ വി മീറ്റ് അഗെയിൻ, ഗുഡ് ബൈ.